ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാരിയെയാണ്. അങ്ങനെ ഷാരിയുടെ അരികിലെ നേഴ്സ് ഉണ്ട്. അപ്പൊ നേഴ്സ് അവളുടെ കയ്യിൽ ട്രിപ്പൊക്കെ ഇങ്ങനെ കുത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സരയുവും കിരണും കൂടി വരുന്നത്. അങ്ങനെ അവരെ കണ്ട് സിസ്റ്റർ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എങ്ങനെയുണ്ട് ആന്റി ഇപ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് കിരൺ. അപ്പോൾ നമ്മുടെ ഷാരി പറയുകയാണ്, മോനെ നല്ല വേദനയുണ്ട്, പിന്നെ പെയിൻ കില്ലർ കഴിക്കുന്നത് കൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ള ഇത് ചെയ്തതിന്റെ പുറകിൽ കൂടെ തന്നെ ഞങ്ങളുണ്ട്. അവനെ ഉടനെ തന്നെ കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് അവന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും അതുപോലെ തന്നെ അവന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുമെല്ലാം ഞാൻ ഉടനെ തന്നെ കണ്ടെത്തും എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയുമ്പോൾ ഷാരിയും സരയും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സരയു, നീ എന്തായാലും അമ്മയുടെ അരികിലിരിക്കും, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയും ഷാരിയും കൂടി സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മുടെ കിരൺ പോകുന്നത് വേഗം തന്നെ ഇവിടേക്കാണ്, കല്യാണിയുടെ അരികിലേക്ക്. അപ്പോൾ കല്യാണി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട് കിരണോട്, കിരണേട്ടാ എന്തുകൊണ്ടാണ് ഷാരി ആൻറ്റി വീണ്ടും താര ആൻറ്റി വീണ്ടും മെസ്സേജ് അയച്ചു? താര ആൻറ്റിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അറിയില്ല, എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം കല്യാണി എന്ന് പറയുകയാണ്. എന്തായാലും അമ്മയുടെ അസുഖം മാറിയതിന് ശേഷം അമ്മയും അച്ഛനും കൂടി അവിടേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമെന്ന്, ആൻറ്റിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ എന്നാ പോകാമെന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയെയും കൂട്ടി കിരൺ അവിടെ നിന്നും പോവുകയാണ് താരയുടെ അരികിലേക്ക്. അപ്പോൾ താരയുടെ അരികിൽ വന്നിരിക്കുകയാണ് അവർ രണ്ടുപേരും. ആ സമയത്ത് താരയെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയത്? ആൻറ്റിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയും ഞങ്ങളോട് എന്നിങ്ങനെ വീണ്ടും കിരൺ ആവശ്യപ്പെടുകയാണ്. അപ്പം താര ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്താ ആൻറ്റി എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവളോട് സൂക്ഷിക്കണേ എന്ന് പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒന്നുമില്ല. അപ്പോൾ ആൻറ്റി എന്നാൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, എന്തായാലും സരയു അവളുടെ അമ്മയുടെ അരികിൽ അവിടെ പോയി ആശുപത്രിയിൽ നിൽക്കല്ലേ, അപ്പോൾ ആൻറ്റി എന്തായാലും വീട്ടിലോട്ട് വായോ, അമ്മയുടെ കൂടെ നിൽക്കാം, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് താര പറയുകയാണ്. പിന്നെ എന്തുകൊണ്ട് ആൻറ്റിക്ക് ഇത്ര വിഷമം, എന്താ പറ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഞാനിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. സ്വപ്നം കണ്ടു എന്ന് അപ്പോൾ അതെ എന്നിങ്ങനെ നമ്മുടെ താര ആംഗ്യ ഭാഷയിൽ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് എന്നോട് സൂക്ഷിക്കണേ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം മകളായിട്ടുള്ള സരയുവിനോട് കാര്യങ്ങൾ തുറന്ന് പറയണം, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളോടായാലും തുറന്ന് പറയണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കിരണും നമ്മുടെ കല്യാണിയും കൂടി അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ താര വീണ്ടും വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് ആ പടിക്കല്, അതായത് ആ സീറ്റ് ഔട്ടിൽ എത്തിയിട്ട് ഒന്നും കൂടി നമ്മുടെ കിരണും കല്യാണിയും താരയും ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് കിരൺ പറയുകയാണ്, ആന്റിക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട് മനസ്സിൽ, കണ്ടില്ലേ മുഖം ഇരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും അങ്ങനെ പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരണും കല്യാണിയും അവിടെ രതീഷ് ഉണ്ട്, അതുപോലെ കാദംബരിയുണ്ട്, കാർത്തികയുമുണ്ട്. അവരങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് രതീഷ് പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം ഇതിൻ്റെ എല്ലാത്തിനും പുറകിൽ സരയുവാണെന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കാദംബരി പറയാണ്, രതീഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കല്യാണി പറയാൻ, അത് രതീഷേട്ടൻ്റെ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രതീഷ് ആയാലും അതുപോലെ കാദംബരി ആയാലും ഒന്ന് ചൂളി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ സരയു എന്നെ സൂക്ഷിക്കണം എന്നല്ല താരയായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, മോള് സൂക്ഷിക്കണേ എന്നാണ്. അപ്പം പിന്നെ എന്തിനാ സരയുവിനെ സംശയിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ ആ സമയത്ത് രതീഷ് പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ കല്യാണി സൈറ്റിലോട്ട് പോയ സമയത്ത് എന്തിനാണ് സരയു ഓടിപ്പിടിച്ച് അവിടേക്ക് ഓടി വന്നത്? അപ്പോൾ അതെന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ അവിടേക്ക് വന്നിട്ട് പറയാണ്, രതീഷെ വെറുതെ നീ സരയുവിനെ സംശയിക്കേണ്ട, അത് അവള് ചെയ്ത പ്രൊജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അവള് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതുകൊണ്ട് മാത്രമാണ്, ആ ഒരു മനസ്സിലുള്ളത് മാത്രമാണ് ഇവളുടെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നത് എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ശുദ്ധ മനസ്സാണ്, കല്യാണിയുടെ ആയാലും സാറിന്റെ ആയാലും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സരയുവിനെ സംശയിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ രതീഷ് തീർത്ത് പറയുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ കാദംബരിയും പറയുന്നുണ്ട്, അല്ല കല്യാണിയെ കുത്താൻ വേണ്ടി വീട്ടിലോട്ട് വന്നപ്പോൾ
ആരാണ് അപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത്, അയാൾ എങ്ങനെ അകത്ത് കയറി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, അത് ഉറപ്പല്ലേ, സരയുടെ അമ്മ തന്നെയായിരിക്കും തുറന്നു കൊടുത്തത് എന്ന് പറയുന്നു. രതീഷ്, നീ മിണ്ടാതിരുന്ന്, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട, എന്തിനാ അവളെങ്ങനെ സംശയിക്കുന്നത്? അതെ. അപ്പോൾ രതീഷ് വീണ്ടും പറയുന്നുണ്ട്, അതെ, അവളുടെ അച്ഛനെ കൊന്നത്, കാട്ടിലോട്ട് കൊണ്ടുപോയി കൊന്നത് നമ്മളാണെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ഒരു ദേഷ്യവും പകയൊക്കെ അവളുടെ മനസ്സിലുണ്ടെങ്കിലോ, അതൊക്കെ മനസ്സിലിട്ടിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലോ എന്ന് കിരൺ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലുമില്ല, അവൾക്ക് അവളുടെ അച്ഛനെ കൊന്നതിൽ യാതൊരു വിഷമവുമില്ല, പിന്നെ ആന്റിക്കായാലും അയാൾ മരിച്ചതിൽ ഒരു വിഷമവുമില്ല എന്നിങ്ങനെ തറപ്പിച്ച് കിരൺ പറയുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല എന്നിങ്ങനെ നമ്മുടെ രതീഷും പറയുകയാണ്. അതെ, എന്തായാലും ഒന്ന് സൂക്ഷിക്കണം, അവളെ ഈ മനോഹറൊക്കെ മാറി എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മനോഹർ ഈ ഗംഗപ്രസാദിനെ കൊന്ന് ജയിലിലോട്ട് പോയത്. ആ ഒരു മാറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഈ സരയുവിന്റെ മാറ്റം, അവള് ആദ്യമേ നല്ല നടപ്പല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അതൊക്കെ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവളെ നല്ല സംശയം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ രതീഷ് അവന്റെ വാക്കിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, മോളെ കല്യാണി, രതീഷിന്റെ വാക്കുകൾ തട്ടിക്കളയണ്ട, എന്തായാലും സരയും അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം, പക്ഷേ നീ എന്തായാലും സരയുമായിട്ടുള്ള യാത്രയ്ക്ക് ഒഴിവാക്കണം, അവളുമായിട്ട് എവിടേക്കും പോകണ്ട എന്ന് പറയുക. കാരണം അതിനുശേഷമാണെങ്കിലും നമ്മുടെ സരയുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സരയു അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സരയുവിൻ്റെ അരികിലേക്ക് നമ്മുടെ താര ഒരു കപ്പ് ചായയുമായിട്ട് വരികയാണ്. അങ്ങനെ ആ ചായ വാങ്ങി കയ്യിൽ പിടിച്ചിട്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അല്ലേ, എന്നെ ചതിക്കില്ലേ എന്നും പറഞ്ഞിട്ട് ആ ചൂടുള്ള ചായ താരയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. പാവം, അതിൻ്റെ മുഖം പൊള്ളി അത് ആകെ അവിടെ നിന്ന് പെടയുന്നുണ്ട്. എന്നിട്ട് ആ മുഖം സാരിത്തല കൊണ്ടൊന്ന് തുടയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് കല്യാണി വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്യാണിയെ നിങ്ങൾക്ക് എന്തിനാ മെസ്സേജ് അയക്കുന്നത്, ഇന്ന് നല്ലൊരു അവസരം കിട്ടിയതാണ് എനിക്ക് കല്യാണിയെ സൈറ്റിൽ വെച്ച് തള്ളിയിട്ട് കൊല്ലാനായിട്ട്, അങ്ങനെ ഒരു അവസരം നിങ്ങളാണ് അത് ഇല്ലാതാക്കിയത്. അപ്പോഴേക്കും കിരൺ അവിടേക്ക് ഓടിയെത്തിയത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചേനെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യും, നിങ്ങൾ സ്നേഹത്തോടു കൂടി കല്യാണിയെ ഈ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി, എന്നിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്താൽ മതി, അതിൽ കുറച്ച് പൊടി കലക്കണം, ആ പൊടി ഞാൻ സംഘടിപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ അവളെ കൊല്ലണം. നിങ്ങൾ എനിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ അമ്മയായി സ്വീകരിക്കുള്ളൂ, അമ്മയായിട്ട് ഞാൻ അംഗീകരിക്കുള്ളൂ, ഇല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി നമ്മുടെ സരു അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ്. നമ്മുടെ താര ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സരു പോകുന്നത് ശാരിയുടെ അരികിലേക്ക് തന്നെയാണ്. ശാരിയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ, ചൂടുള്ള ചായ അവരുടെ മുഖത്തേക്ക് ഒഴിച്ചത്? അപ്പൊ ശാരി പറയുന്നുണ്ട്, ഇല്ല മോളെ, ഒരിക്കലും തെറ്റില്ല, നല്ലത് തന്നെയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ശാരിയും അതായത് ശാരി ശ്രമിക്കുന്നത് താരയും സരയും തമ്മിൽ അകറ്റാനും അതുപോലെ തന്നെ തൻ്റെ മകളെ തന്നിലേക്ക് അടുപ്പിക്കാനുമാണ് നമ്മുടെ ശാരി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അവർ ചെയ്തു തന്നാൽ ഞാൻ അവരെ അമ്മയായിട്ട് അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല എന്നിങ്ങനെ നമ്മുടെ സാരയെ പറയുന്നുണ്ട്. അപ്പോൾ ശാരി പറയുകയാണ്, അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അവള് മോളുടെ വാക്കുകൾ കേട്ട് അവളെ കൊല്ലുമോ മോളെ എന്നിങ്ങനെ ചോദിച്ച് അങ്ങനെ നിൽക്കുന്ന, അവർ സംസാരിച്ച് നിൽക്കുന്ന ആ ഭാഗം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.